റേഡിയോ മലയാളം 98.6 FM-ൽ ഇപ്പോൾ നമ്മൾ ഓൺ എയർ ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്കിലൂടെയും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഒരു വലിയ അനൗൺസ്മെന്റ് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഷിഫിനും പാർവതിയും ജോയിൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ലൈവിൽ വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു വലിയൊരു സർപ്രൈസ് റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നൽകാൻ വേണ്ടി തന്നെയായിരിക്കും ഞങ്ങൾ ഇങ്ങനെ ലൈവിലേക്ക് എത്തുന്നത്. ഇന്നും ഒരു വമ്പൻ സർപ്രൈസ് കാത്തിരിക്കുകയാണ് ഖത്തർ മലയാളികളുടെ അരികിലേക്ക്, അല്ലെ? ഒരു ഗംഭീര സംഭവം എത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മലപ്പുറംകാര് കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത, എനർജി, കാരണം മലപ്പുറംകാരിയാണെന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എനർജി ഉണ്ട് തന്നെ. തീർച്ചയായിട്ടും നമ്മൾ മലപ്പുറംകാരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടന, അതിന്റെ മെഗാ ലോഞ്ച്, ആ ഒരു മെഗാ ലോഞ്ചിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഇവർ വരുന്നത് എന്നുള്ളത്. യെസ്, മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തർ മെജസ്റ്റിക് മലപ്പുറത്തിന്റെ മെഗാ ലോഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് ഇന്നത്തെ ദിവസം റേഡിയോ മലയാളത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് നടത്തുന്നതും. ആൻഡ് യെസ്, നമ്മുടെ പ്രിയപ്പെട്ട താരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞേ പറയുള്ളൂ, ആരാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. യെസ്, അതിനു മുമ്പായിട്ട് ഇപ്പോ നമ്മുടെ കൂടെ എത്താൻ പോകുന്നത് മെജസ്റ്റിക് മലപ്പുറത്തിന്റെ അമരക്കാരൻ മിസ്റ്റർ നിഹാദ് അലി. നിഹാദ് ബ്രോയാണ് A to Z കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം, അതോടൊപ്പം തന്നെ നാളത്തെ പ്രോഗ്രാം എല്ലാവരും അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. താങ്ക് യു. മെജസ്റ്റിക് ലോഞ്ച്, ഇപ്പോൾ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തറിന്റെ മെജസ്റ്റിക് ലോഞ്ചാണ് നാളായിട്ട്. ഒരുപാട് മലപ്പുറത്തുകാർ, 65,000 മുതൽ 85,000 വരെ മലപ്പുറത്തുകാരുള്ള ഖത്തറിൽ ഒരു എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടന ഇതുവരെ ഇല്ല എന്നുള്ള ഒരു ദുഃഖത്തിന്റെ പുറത്താണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു 6 മാസം ഹോംവർക്ക് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് മെഗാ ലോഞ്ച് എന്ന് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് 4 മലപ്പുറത്തുകാരുടെ 4 സാംസ്കാരിക നേതാക്കൾ, ആര്യടൻ ഷൗക്കത്ത്, ആലങ്കുള്ളി കൃഷ്ണൻ, അതുപോലെ തന്നെ KN ഖാദർ സാഹിബ്, ഓക്കെ, അതുപോലെ M സ്വരാജ്, 4 പേരും മലപ്പുറത്തുകാരാണ്. മൊത്തം ഒരു മലപ്പുറം വൈബാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ദിവസം നിങ്ങൾ പറഞ്ഞ സർപ്രൈസ്, അത് ഞാൻ പൊട്ടിക്കുന്നില്ല, അതും ഒരു മലപ്പുറം വൈബ് തന്നെയാണ്. ഓക്കെ, അപ്പം എല്ലാ മലപ്പുറത്തുകാരോടും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇതൊരു വാട്സാപ്പ് കൂട്ടായ്മയല്ല, ഇതൊരു പ്രോപ്പർ രജിസ്ട്രേഷൻ പ്രോസസ്സ് വഴി തന്നെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ പ്രത്യേകിച്ച് ഹാർഡ് വർക്കും ചെയ്യാതെ ഞങ്ങൾ തന്നെ ഫ്രണ്ട് സർക്കിളിൽ ഇത് സർക്കുലേറ്റ് ചെയ്തിട്ട് ഗൂഗിൾ ഫോം വഴി 1000 മെമ്പേഴ്സ് എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ടച്ച് ചെയ്തു. ഓ സൂപ്പർ. ഇനി ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി, അതൊരു 5,000-10,000 ആവാൻ. എല്ലാ മലപ്പുറംകാരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്, അല്ലേ? അല്ല, നമ്മളെല്ലാവരും സ്വാഗതം, ഇന്നത്തെ പരിപാടിയിലേക്ക് നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം എന്നുള്ള ഒരു അതിർവരമ്പുകളില്ല, എല്ലാവരും വരണം എന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഇന്ന് സാംസ്കാരിക സമ്മേളനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മലയാളിയുടെ ഒരു സമ്മേളനമാണ്, കാണാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ QNCC-യിലേക്കാണ് എല്ലാവരും എത്തേണ്ടത്. ഇന്നും നാളെയും നമ്മൾ ഗംഭീരമാക്കാൻ പോവുകയാണ്. അതായത് ഒരു പുതിയ ഒരു സംഭവം ഖത്തർ മലയാളികളുടെ അരികിലേക്ക് നിങ്ങൾ നൽകുകയാണ്. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ ആ ഒരു സസ്പെൻസ് എന്താണ് എന്നുള്ള കാര്യം നമുക്കങ്ങ് പൊട്ടിക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് സാംസ്കാരിക പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നാളെയാണ് മറ്റൊരു ഗംഭീര പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. പ്രോജക്ട് മലബാറിക്കസ് ടീം ഖത്തറിലേക്ക് വീണ്ടും ഗംഭീരമായ പെർഫോമൻസുമായിട്ട് എത്തുകയാണ്. ഇപ്പോൾ റേഡിയോ മലയാളം 98.6-ൽ ഷിഫിൻ ആൻഡ് പാർവതിക്കൊപ്പം ലൈവിൽ നമ്മുടെ സ്വന്തം സിതാര ജോയിൻ ചെയ്യുകയാണ്. ഒരു ഉഗ്രൻ വണക്കം. താങ്ക് യു സോ മച്ച്. ആദ്യം നമ്മുടെ റേഡിയോ മലയാളത്തിൽ പണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഖത്തറിലെ ഏത് പ്രോഗ്രാം ആണെങ്കിലും ഉറപ്പായിട്ടും സിതാര റേഡിയോ മലയാളത്തിന്റെ സ്റ്റുഡിയോയിലെത്തും. നമ്മുടെ ആദ്യസിന്റെ കൂടെ ഉള്ള ഒരാളാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കില്ല. എത്രയോ തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ കുറെ അടുത്ത സുഹൃത്തുക്കളെ കുറച്ച് കഴിഞ്ഞ് കാണുമ്പോൾ കാണുമായിരിക്കും നിങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും ക്രൂ എല്ലാവരും. അതെ, പക്ഷെ ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ട്, സിത്താരയുടെ സോളോ പെർഫോമൻസ് അല്ല, പ്രോജക്ട് മലബാറിക്കസിന്റെ പെർഫോമൻസ് ഒരു വൈബ് പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്.
മലപ്പുറം vibe, മലപ്പുറം vibe. exactly. അതും ഒരു വലിയ പ്രത്യേകത മലപ്പുറത്തിന്റെ ആ ഒരു കൂട്ടായ്മ, ഒരു വലിയൊരു കൂട്ടായ്മ, എല്ലാവരും ഒരുമിക്കുന്ന ഒരു പ്രോഗ്രാമിൽ മലപ്പുറം കാരി പെർഫോം ചെയ്യുന്നു. ആ പ്രോഗ്രാമിന്റെ പേര് തന്നെ, ആ ഒരു നിങ്ങളുടെ ബാൻഡ് ടീമിന്റെ പേര് തന്നെ, അതിലൊരു മലബാർ ഉണ്ട്, പ്രൊജക്ട് മലബാറിക്കസ്. എല്ലാം കൊണ്ടും ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ സമയങ്ങളിലൂടെ ആയിരിക്കും. ഞാൻ സത്യം പറയാലോ, ഇപ്പം മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ ഡീറ്റെയിൽസ് പറയണവരേക്കും മലപ്പുറം ജില്ലക്ക് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ല എന്നുള്ളത് ആലോചിച്ചിട്ട് പോലും ഇല്ല. ഖത്തർ പോലത്തെ ഒരു സ്ഥലത്ത് എത്രയോ മലപ്പുറംകാര്, കുട്ടിക്കാലം മുതലേ ഈ പ്രവാസികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. മലപ്പുറം ആവട്ടെ, കോഴിക്കോട്, കണ്ണൂർ, മലബാറെന്ന് പ്രത്യേകിച്ചും. അപ്പോൾ ഒരുപാട് പേര് ഖത്തറിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അസോസിയേഷൻ ആയിട്ടില്ല, ഒരു കൂട്ടായ്മ എന്നുള്ളത് ഫോർമലായിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇല്ല എന്നുള്ളത് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ ഇത് വളരെ ചരിത്രപരമായിട്ട് ഭയങ്കര പ്രാധാന്യമുള്ളൊരു തീരുമാനവും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമാവുന്നതിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇപ്പം അതൊക്കെ അറിയുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. ആ പേര് തന്നെ മെജസ്റ്റിക് മലപ്പുറം എന്നുള്ള അതെ 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 അതെ. എനിക്ക് തോന്നുന്നു ഒരുപാട് ബ്യൂട്ടിഫുൾ വർക്ക് പ്രൊജക്ട് മലബാറിക്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ വൺസ് സിത്താറിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ശ്രദ്ധിക്കുമ്പോഴാണെങ്കിലും സിത്താർ ഒറ്റയ്ക്ക് വരുന്നതിനേക്കാളും ഈ ഒരു ടീമിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കംഫർട്ട് ലെവൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യാറുണ്ട്. സോ 2017 പ്രൊജക്ട് മലബാറിക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം എപ്പോൾ തൊട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രീം, അതായത് എനിക്കൊരു ബാൻഡ് വേണം, ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ബാൻഡ് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു തോട്ട്? ബാൻഡ് ഫോം ചെയ്ത് അതിനൊരു ഷേപ്പായി വരിക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. കാരണം കുറേ ആളുകളല്ലേ, ഞങ്ങൾ 6 പേരാണുള്ളത്. 6 പേരും 6 തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു ഫാമിലി പോലെ ആയി മാറണത്. അതിന് മുമ്പ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോങ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു. അതിനകത്ത് ഒരാൾ വന്നു, 2 പേര് പരിചയപ്പെട്ടു, അതിൽ നിന്ന് ഒരാൾ വന്നു, അങ്ങനെ 6 പേരായപ്പോൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞങ്ങളിങ്ങനെ ഇതേ ഫാമിലി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇടയ്ക്കിടയ്ക്ക് ഈ ജാമിങ് സെഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ആ റീൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ വീഡിയോസ്, നിങ്ങളുടെ ടീമിന്റെ വീഡിയോസ് ഉണ്ട്. എപ്പോഴും ഒരു ഫൺ, ഒരു ഫുൾ വൈബാണ് നിങ്ങളുടെ എല്ലാം കൂടെ ചേരുമ്പോൾ. ആരുടെ ബർത്ത്ഡേക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അതായത് ഏതൊരു പ്രോഗ്രാമിന്റെ കണ്ടന്റ് പറഞ്ഞിട്ടാണ് പ്രോഗ്രാമിന്റെ അതാകുമ്പോൾ വിശ്വസിക്കും. ഞാൻ നോക്കുമ്പോൾ QNCC എന്ന് കേൾക്കുന്നുണ്ട്. QNCC പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. അതാകുമ്പോൾ പെട്ടെന്ന് വിശ്വസിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണത്. എവിടെയെങ്കിലും ഒരു ഇവന്റിന്റെ വിഷ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അതിൽ ഒരു ഞാനും ശ്രീനാഥ് നായരുണ്ട്, സിംഗർ ആൻഡ് കീബോർഡിസ്റ്റ്. ശ്രീനാഥും കുറച്ചുകൂടി സംസാരിക്കുന്ന ആളാണ്, ബാക്കിയുള്ളവരൊക്കെ കുറച്ച് സൈലന്റ് ആണ്. അപ്പൊ അവർക്കിത് പറയാൻ മടിയായതുകൊണ്ട് കൊണ്ടുവരാൻ വിശ്വസിക്കാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ പറയണം. സോ കുറെ നേരമായി നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണു. പക്ഷെ സിത്താറിനെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. സോ നമുക്കൊരു ചായപ്പാട്ട് പാടിയിട്ട് അങ്ങോട്ട് ഉഷാറാക്കിയാലോ? ഞാനൊരു കാര്യം ചെയ്യാം. ചായപ്പാട്ട് നമ്മൾ എപ്പോഴും പാടണല്ലേ, നാളെയും പാടുന്നത്. ഇപ്പം മോഹൻ പരാരിയുടെ കൂടെ ഏറ്റവും പുതിയതായിട്ട് ചെയ്തൊരു പാട്ടുണ്ട്, ജിലേബി. ഓക്കെ. നാവിൽ ജിലേബി തൻ മധുരം, നോവിൽ ഹബീബി തൻ മധുരം, രാവിൽ നിലാവിൻ മിനുക്കം, നേരിൽ കിനാവിൻ കലക്കം. വൗ, സൂപ്പർബ്. ഇതൊക്കെ ലൈവിൽ നാളെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രൊജക്ട് മലബാറിക്കസിന്റെ ആ ഒരു പ്രോഗ്രാമിന് എല്ലാ റേഡിയോ മലയാളം 98.6 പ്രിയപ്പെട്ട കൂട്ടുകാരുന്നത് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് തുടക്കം മാത്രമാണ്. ബാക്കിയെല്ലാം അല്ലേ അവിടെ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള പെർഫോമൻസുമായിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസത്തെ പരിപാടിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ഈ ഒരു പ്രൊജക്ട് മലബാറിക്കസിന്റെ പെർഫോമൻസിന് തന്നെയാണ്. പ്രഷറായില്ല, കാരണം എന്താ വെച്ചാൽ ഇത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, QNCC 31 എന്തോ ഒരു പരിപാടി ഇല്ലേ, അതിനിപ്പോ ടിക്കറ്റ് എടുക്കണ്ടേ, അങ്ങനെ കുറേ എൻക്വയറീസും കാര്യങ്ങളും. ഖത്തറിൽ ഞാൻ കുറേ തവണ ഒറ്റയ്ക്ക് പ്രോഗ്രാംസിന് വന്നിട്ടുണ്ട്, അല്ലാണ്ട് ബാൻഡിന്റെ കൂടെ തന്നെ ഞങ്ങൾ കൂടുതൽ പെർഫോം ചെയ്ത സ്ഥലമാണ്. പക്ഷെ എല്ലാ തവണ വരുമ്പോഴും ഭയങ്കര ഒരു വാംത്ത് തോന്നുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് QNCC ഭയങ്കര രസമുള്ളൊരു വെന്യൂ ആണ്. അപ്പം ഹോപ്പ്ഫുള്ളി നമ്മൾക്ക് എല്ലാവരും പ്രാർത്ഥനയുടെ മുകളിലാണല്ലോ, അപ്പൊ നന്നായിട്ട് നടക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകളും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നന്നാവട്ടെ. ഈ ഒരു നേരത്തെ ബാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബാൻഡ്, ഒരു ടീം സെറ്റ് ചെയ്യുന്നു. ഈ ഒരു പേരിലേക്ക് എത്തിയത് എങ്ങനെയാണ്, പ്രൊജക്ട് മലബാറിക്കസ് എന്നുള്ള ഒരു പേരിലേക്ക്? ആക്ച്വലി അതൊരു ബാൻഡിനായിട്ടല്ല, ഞാൻ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്
ഒപ്പം ഇതെല്ലാം ഓഡിയോ ലേബലൊന്നും അല്ലെങ്കിൽ പോലും നമ്മളൊരു സ്പേസ് വേണമെന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെ ഇട്ടൊരു പേരാണ് പ്രൊജക്ട് മലബാറിക്കസ് എന്നുള്ളത്. അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ റിലീസ് ചെയ്യുമ്പം പ്രൊഡ്യൂസ് ബൈ പ്രോജക്ട് മലബാറിക്കസ് എന്ന് ചുമ്മാ ഇട്ട പേരാ. പിന്നെ ബാൻഡായിട്ട് ഫോം ചെയ്തപ്പോഴും അതേ പേരങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. സോ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ പറ്റിയും ഓരോരുത്തരെ പറ്റിയിട്ടും നിങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടും കൂടി ഒന്ന് പറയാമോ? അതിൽ ലിബോയ് പ്രൈസ്ലി കൃപേഷ് ഗിറ്റാറിസ്റ്റ്, റിതം ഗിറ്റാറിസ്റ്റ്. ലിബോയിനെയാണ് ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് വേറൊരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട്. എല്ലാവരും അറിയാം, ലിബോയ് ആണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യണത്. അങ്ങനെ വേറെ സ്ഥലങ്ങളിലൊക്കെ ലിബോയിനെ കാണാറുണ്ടായിരുന്നു. പിന്നെ ശ്രീനാഥ് നായർ, ശ്രീനാഥ് കൽക്കട്ടയിൽ ജനിച്ചു വളർന്ന ആളാണ്. ശ്രീനാഥ് തിരൂരുകാരനാണ്, പക്ഷെ മലപ്പുറം ജില്ലക്കാരനാണ്. ശ്രീനാഥ് ഗംഭീരമായിട്ട് പാടുന്ന ആളുമാണ്. ശ്രീനാഥിന്റെ സിസ്റ്റർ ചേച്ചി എൻ്റെ വളരെ അടുത്ത സുഹൃത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ സഹായിച്ചതും ഒക്കെ അശ്വതിയൊക്കെയാണ്. അപ്പോൾ ശ്രീനാഥിന് അന്നേ നമുക്കറിയാം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഭയങ്കര നോളജ് ഉള്ളൊരു കുട്ടി, എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ കാണാം. അപ്പം ശ്രീനാഥ് ഒരു ഉറുദു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഗസലിന് അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ വന്നു. പിന്നെ ശ്രീനാഥ് കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം ഞാനിങ്ങനെ ബാൻഡിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ശ്രീനാഥ് അപ്പം ഇങ്ങോട്ട് മൂവ് ചെയ്തു. ശ്രീനാഥിന്റെ വൈഫാണ് കാഞ്ചന ശ്രീറാം, നമ്മുടെ കാറ്റേ കാറ്റേ പാടിയ ശ്രീരാമേട്ടന്റെ മകൾ. അപ്പം കുട്ടൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു കേരളത്തിലേക്ക്. പിന്നെ ലിബോയ് തന്നെയാണ് ബേസ് ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള അജയും ഡ്രമ്മർ മിഥുൻ പോളിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. പിന്നെ വിജോ ജോബ് എന്ന് പറഞ്ഞ ഗിറ്റാറിസ്റ്റ്, ലീഡ് ഗിറ്റാറിസ്റ്റ്. വിജോനെ നമ്മൾ വേറെ ഷോനൊക്കെ ഒരു തവണ വിജോ വേറൊരാളെ റീപ്ലേസ് ചെയ്ത് വായിച്ചു, പിന്നെ പോയിട്ടില്ല. പിന്നെ വിജോ സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരു മ്യൂസീഷ്യൻസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, എന്താ പറയുക, ആസ് ഫ്രണ്ട്സ്, ആസ് ഫാമിലി കുറച്ചും കൂടി ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് മുന്നോട്ട് പോയി. അത് UK വിസ സ്റ്റാമ്പ്ഡ് ആ സമയത്ത് എല്ലാവരുടെയും ആ ഒരു ഫേസിൽ സന്തോഷമാണ്. ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യണേക്കാൾ കൂടുതൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം. സോ ഒരു പാട്ടാണ് നമുക്ക് പാടിത്തന്നത്. ഇപ്പം മലപ്പുറം ബേസ് ചെയ്തിട്ടും ഒരു പാട്ട് സിതാര ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അത് എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ട്? സാദിഖ് പന്തലൂർ സാദിഖിന്റെ പാട്ടാണത്. കാക്കൊണ്ടൊരു കവിത കെട്ട്, കഥയില്ല പഴിയുടെ കെട്ട്, നാടിത് മലപ്പുറമേ, നാടാകെ നാടിത് മലപ്പുറമേ. വരികൾ ഇത്തിരി മറന്നുപോയിട്ട് ഞാൻ. പക്ഷെ അത് ആ സമയത്ത് പറഞ്ഞ മാതിരി ആ ഒരു കൂട്ടം കുട്ടികൾ, അവർ ഭയങ്കര മിടുക്കറായിട്ടുള്ള മ്യൂസിഷ്യൻസ് ആണ്. അവർക്കൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് കൊണ്ടോട്ടിയിൽ. അപ്പം മാക്ബ്രോ എന്ന് പറഞ്ഞിട്ട്, അപ്പം അവരാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സാദിഖിന്റെ പാട്ട് ഞാൻ ഫിലിമിലും പാടി. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ. സോറി കേട്ടോ സാദിഖ്, എനിക്ക് പാട്ടിന്റെ വരി പെട്ടെന്ന് മനസ്സിൽ കിട്ടിയില്ല. പക്ഷെ നല്ല മ്യൂസിക് ഡയറക്ടറാണ്. ഉന്തും പന്തും വിരാന്തും, അത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും കേട്ട പാട്ടാണ്. ഈ ഒരു പാട്ട് നാളെ QNCC-ൽ ആ ഒരു ഓഡിയൻസ് മലപ്പുറം എന്ന് കേൾക്കുമ്പോ അവരുടെ ആ ഒരു നാടിത് മലപ്പുറമേ എന്ന് പറയുമ്പോ അല്ലേ എല്ലാ മലപ്പുറംകാർക്കും ഭയങ്കര സന്തോഷമല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ പ്രൊജക്ട് മലബാറിക്കസിന്റെ പ്രോഗ്രാം നാളെ QNCC-യിലുള്ളത്. ഓഫ് കോഴ്സ് ഒരു മെഗാ ലോഞ്ചാണ് നമ്മുടെ മെജസ്റ്റിക് മലപ്പുറം പ്ലാൻ ചെയ്തിരിക്കുന്നതും. ഇന്നത്തെ ദിവസം നമുക്ക് സാംസ്കാരിക സമ്മേളനം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നാളെയാണ് നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒത്തിരി പരിപാടികളുള്ളതും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ജോയിൻ ചെയ്യുന്നതും നാളെയാണ്. സോ അങ്ങനത്തെ കളർഫുൾ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ദിവസത്തെ ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രാൻഡ് ലോഞ്ച് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഒരു മലപ്പുറംകാരി എന്താണ് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ഗൗരവം ഞാൻ സത്യത്തിൽ പിന്നീട് മനസ്സിലാക്കണേ. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ആലോചന എന്നൊക്കെ. പക്ഷെ മലപ്പുറത്തിന്റെ പരിപാടിയാണെന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ അതായിരിക്കും, കാരണം ജനറലി എൻ്റെ അടുത്ത് എല്ലാവരും കോഴിക്കോടാണോ ചോദിക്കുക. കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, രണ്ടിനും കറക്റ്റ് ഇടയ്ക്കാം. യൂണിവേഴ്സിറ്റിയും എയർപോർട്ടും ഒക്കെ ജില്ല മലപ്പുറത്താണല്ലോ. ശരിക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തേഞ്ഞിപ്പാലത്ത് പഠിച്ചിട്ടുണ്ട്, മലപ്പുറം കാര്യമാണ്. അല്ല കോഴിക്കോടാണ്. അല്ല, ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ. അല്ല അതെ പക്ഷെ ഈ പലർക്കും അറിയില്ല, കോഴിക്കോട് എയർപോർട്ടും മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ഞങ്ങള് പാട്ട് പഠിക്കാനും അല്ലെങ്കിൽ കോളേജൊക്കെ ഫറൂഖ് കോളേജ് ആയതുകൊണ്ട് ഒരു 2 സ്റ്റോപ്പ് കറന്ന കോഴിക്കോട് ജില്ലയിൽ. പിന്നെ നമ്മള് കാലിക്കറ്റ് കുറച്ചും കൂടി വലിയ സിറ്റി എന്നുള്ള രീതിയിൽ അവിടേക്കൊക്കെ പോവുമല്ലോ.
ശരിക്കും ജില്ല മലപ്പുറമാണ്. അപ്പം ഞാൻ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ജനറലി ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല ഞാൻ മലപ്പുറമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ച ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അന്നത്തെ കൂട്ടുകാരൊക്കെ മേ ബി കുറെ പേര് ഇവിടെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ നാളെ മലബാർ കിസിന്റെ ഒരു പ്രോഗ്രാം കാണാനായിട്ട് എത്തുന്നുണ്ടാവും. അപ്പോൾ സാധാരണ ഇവിടെ ഞാൻ ഫറൂഖ് കോളേജിലാണെങ്കിലും ഒക്കെ പഠിച്ച കുറെ നാദിയ എബ്തിസാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. സാധാരണ കാണാറുണ്ട് അവരെ. അവരെങ്ങനെയാ ഫ്രീ ആണോ ഞങ്ങളുടെ സ്കെഡ്യൂളൊന്നും അറിയില്ല. പക്ഷെ സുഹൃത്തുക്കൾ കണ്ടവാനുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ, അതേ പേരുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. പേര് പറയാത്ത ഒരുപാട് പേരുണ്ട്, അതൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പറയാം. കുറെ പേരുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. ആൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസത്തെ പരിപാടിയാണ് എന്നുള്ള കാര്യം. സോ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു സാംസ്കാരിക പരിപാടിയാണുള്ളത്. ഇതിനകത്ത് വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. എം സ്വരാജ്, അതുപോലെ തന്നെ KNA ഖാദർ, ആലംകോട് ലീലാകൃഷ്ണൻ, ആര്യാടൻ ഷൗക്കത്ത്, ഇവരൊക്കെയാണ് ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആൻഡ് നാളത്തെ നമ്മളുടെ പ്രൊജക്ട് മലബാറിക്കസിന്റെ പ്രോഗ്രാം പാസ് മൂലം ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി റിപ്പീറ്റഡ്ലി നിങ്ങൾ എല്ലാവരെയും റിമൈൻഡ് ചെയ്യുകയാണ്. ഓക്കെ. അതോടൊപ്പം നാളെ ഫുൾ വൈബാണ്. വൈബിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നേരെ ഒന്ന് കോക്ക് സ്റ്റുഡിയോ തമിഴിലേക്ക് കൂടി ഒന്ന് പോയാലോ. അവിടെ ആ ഒരു സെമ വൈബ് അത് വളരെ നോർമൽ മലയാളത്തിൽ ആ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ആ ഒരു പ്രൊജക്ടിനെ കുറിച്ച് എന്ത് പറയുന്നു? അതെന്റെ ഒരു ഭയങ്കര നമുക്കൊക്കെ ഡ്രീം കം ട്രൂ എന്നൊക്കെ നമ്മൾ ഭയങ്കര പോയറ്റിക് ആയിട്ട് പറയുന്ന പോലത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം കോക്ക് സ്റ്റുഡിയോ ഇപ്പൊ മ്യൂസിക് ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ കുക്ക് സ്റ്റുഡിയോ എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു വോയിസ് തന്നെ നമ്മൾ എപ്പോഴും പ്ലേ ചെയ്യുന്നതാണ്. എല്ലാ സീസൺസ്, എല്ലാ കൺട്രി ഒക്കെ നമ്മൾ കാണാം. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻവൈറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തമിഴാണ്. അപ്പൊ മലയാളത്തിൽ നിന്നൊരു നമ്മൾ വരണം എന്ന് ആഗ്രഹിക്കും എന്നല്ലാണ്ട് അപ്പൊ അവര് ഷോൺ റോൾഡിനും അവരൊക്കെ കൂടിയാണ് ക്യൂറേറ്റ് ചെയ്യണത്. അറിവ് അപ്പൊ അവര് അവിടുന്ന് ഒരു ഇൻവൈറ്റ് വന്നു. ഇങ്ങനെയുണ്ട്, താല്പര്യമുണ്ടോ ചോദിച്ചപ്പോ മനസ്സിൽ ഞാൻ ഉത്തരം പറഞ്ഞതിനേക്കാളുള്ള എക്സൈറ്റ്മെന്റ് ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ജസ്റ്റിൻ പ്രഭാകറിന്റെ മ്യൂസിക് ഡയറക്ഷനിലായിരുന്നു. പിന്നെ കപിൽ അദ്ദേഹം മലയാളിയാണ്. പക്ഷെ അവിടെ ഇപ്പൊ എല്ലാ ലാംഗ്വേജിലും ഭയങ്കര സൂപ്പർ ഹിറ്റ് സോങ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കപിലും ഞാനും കൂടി ഉള്ള ഒരു ഡുവറ്റാ. അതിപ്പോ റിലീസ് ആവും അതടുത്ത്. സോ ഈ തമിഴിന്റെ കാര്യം പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ എന്താ അറിയാമോ, കൺകൾ നീ എന്ന് പറഞ്ഞിട്ട് സ്റ്റാരയും മോളും കൂടി ചെയ്തിട്ടുള്ള ആ ഒരു വേർഷൻ, അതിപ്പോഴും അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു പ്രായത്തിൽ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മോളുടെ എന്നുള്ളത്. സോ മോള് നന്നായിട്ട് പാട്ട് പാടും. ആൻഡ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംബോയും ഭയങ്കര രസമാണ് പാടുന്നത്. അപ്പോൾ എന്താണ് ഇപ്പൊ ആള് ചെയ്യുന്നത്? ലൈക്ക് പാട്ടൊക്കെ സീരിയസ് ആയിട്ട് അവള് ചെറിയ കുട്ടിയാകുമ്പം എല്ലാ കുട്ടികളും പാടുന്ന മാരത്തൊരു പാട്ട്. അവളുടെ ഇഷ്ടം എന്താന്നുള്ളത് ഇനി അവള് സ്വന്തം കണ്ടുപിടിച്ച് വരണം. ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. ചിലരൊക്കെ ചോദിക്കും പാടാൻ വേണ്ടിയിട്ടൊക്കെ, ചില ചാനലിന്റെ ഷോസ് എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ അവള് പാടാറായില്ല, ഒന്ന് പഠിക്കട്ടെ. കാരണം ആ കുട്ടികൾക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാവണമല്ലോ. ഇത് എളുപ്പമാണെന്ന് അവർക്കും തോന്നരുതല്ലോ. അപ്പൊ സീരിയസ് ആയിട്ട് എന്താണോ പഠിക്കുന്നത് അത് പിന്നെ പെർഫോം ചെയ്യട്ടെ. ഇപ്പം അവള് ഇനിയിപ്പോ 6ാം ക്ലാസ്സിലേക്കായി, വലിയ ആളായി. ഇപ്പോഴും എന്താ അറിയാമോ, ആ ഒരു പ്രായമാണ്. ആള് ചെറുതാണ്, കാണാൻ ചെറുതാണ്. പക്ഷെ ഇനിയിപ്പോ 6th ഞാനിപ്പോ അവളെയും കൊണ്ടൊരു വെക്കേഷൻ ടൂറൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അല്ല, അതിലിരുന്നൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ആ യാത്രയെ കുറിച്ചൊരു ക്യാപ്ഷൻ ഒക്കെ കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു. അതെ നമ്മളിപ്പോ എന്തൊക്കെ ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ട് പല സാധനമൊക്കെ നമ്മൾ മേടിച്ചു കൊണ്ട് കൊടുക്കുമല്ലോ. നമ്മളിപ്പോ അവരെ മിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വാങ്ങും. പക്ഷെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അതിൽ കൂടുതൽ അവളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അവള് ഭയങ്കര ഹാപ്പി ആവണത്. അപ്പൊ അതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കംപ്ലീറ്റ് വേറൊക്കെ വിട്ടിട്ട് അവൾക്ക് വേണ്ടിയിട്ട് മാത്രം പോകണം. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ചെറിയ പാചകക്കാരിയൊക്കെ ആയല്ലോ ഇടയ്ക്കല്ലേ? പാചകം പണ്ട് ചെയ്യായിരുന്നു. പിന്നെ ഈ യാത്രകളൊക്കെ തുടങ്ങിയപ്പം നമുക്ക് കറക്റ്റ് സമയത്ത് കഴിക്കാനാണല്ലോ, അതിന് പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് കുക്കറി ഷോ ഒക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വിഷു വന്നപ്പം അമ്മയും നാട്ടിൽ പോയിരിക്കുകയാണ്. അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് ദുബായിലേക്ക് പോയിണ്ടായിരുന്നു. അപ്പം ഞാനെന്നാ വിചാരിച്ചു നമുക്കെന്നാ വീട്ടില് എല്ലാരെയും കൂടി വിളിക്കാന്ന് വിചാരിച്ചു. ബാൻഡിൽ എല്ലാരും വന്ന് ഫുൾ സദ്യയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഒരാഴ്ച മുഴുവൻ ഞാനത് കഴിപ്പിച്ച് അവസാനത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊടുത്തു വിടും. ഏട്ടൻ പറഞ്ഞു നന്നായിണ്ട്, പക്ഷെ ഇനി അപ്പൊ എല്ലാരും വരുന്നവരെയും എന്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ പറഞ്ഞു നീ ഓണത്തിന് വിഷുവിന് വന്നിട്ടില്ലല്ലോ, ഓലം ബാക്കിയുണ്ട്, എല്ലാം കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനിയിപ്പോ പറയാനുള്ള ഒരു അനൗൺസ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും ഈ ഒരു പരിപാടി നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസത്തെ പരിപാടിയാണ്. സോ ഇന്നാണ് സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. അപ്പൊ ഇന്ന് അവിടെ എത്തുന്ന ആൾക്കാർക്ക്, QNCCയിൽ എത്തുന്ന ആൾക്കാർക്ക് നാളത്തേക്കുള്ള നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് അല്ലെങ്കിൽ പാസ് ഒക്കെ തന്നെ സ്വന്തമാക്കാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു മലപ്പുറംകാരൻ അല്ലെങ്കിൽ മലപ്പുറംകാരി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ
പോവുക, ഡെഫിനറ്റ്ലി QNCCയിൽ നിന്നും ഈ ഒരു പാസ് കളക്ട് ചെയ്യുക. നാളെ ഒരു നമുക്ക് കുഞ്ഞു വേണ്ടിയിട്ട് കാര്യമുണ്ട്, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് പ്ലീസ് മലപ്പുറംകാരെ സ്റ്റോപ്പ് ചെയ്യില്ല. വരൂ. ഞാൻ പറഞ്ഞത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് മലപ്പുറംകാർ നിർബന്ധമായിട്ടും ചെയ്യണം. ബാക്കി എല്ലാരെയും നമ്മൾ വളരെ എല്ലാവരും സ്നേഹപൂർവ്വം. പറഞ്ഞു കേട്ടോ. പാർവതി നമ്മൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അതെ. മലപ്പുറംകാരെന്തായാലും വരും. ബാക്കി എല്ലാരും വരും. അവിടെ വാംത്ത്, മലപ്പുറംകാരുടെ ഒരു സ്നേഹവും സൗഹൃദമൊക്കെ അറിയണമെങ്കിൽ അപ്പൊ എല്ലാവരും ഇന്ന് വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോൾ QNCCയിലേക്ക് എത്തുക. Yes. ആ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു പാസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും. നാളെ പ്രോഗ്രാമിനായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പൊ ഗംഭീര പരിപാടികളാണ് നാളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൊജക്ട് മലബാർക്കസിന്റെ ഒരു ഉഗ്രൻ ഷോ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ടിക്കറ്റ്സ് അവിടുന്ന് വെന്യൂ ഒന്ന് എടുക്കണം എന്നേ ഉള്ളൂ. അതിന് പ്രൈസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. ഇന്നത്തെ ദിവസം QNCCയിൽ ചെല്ലുക, ആ പാസ് കളക്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് സിത്താരയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോ പ്രൊജക്ട് മലബാർക്കസിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരട്ടെ. ഞാൻ വെച്ച് കഴിഞ്ഞു. ഇല്ല, ഭഗവതി എന്ന് പറയുന്ന ഒരു എന്താണെന്നറിയോ, അന്ന് സദ്യ വെച്ചില്ലേ, ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുവിടാം, അതുപോലത്തെ സംഭവമാണ്. ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ടൈം നിങ്ങളുടെ ടീമിന്റെ വകയായിട്ട് വന്നു. സോ ഒരു ബ്യൂട്ടിഫുൾ വർക്കായിരുന്നു അത്, കേൾക്കാനാണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ. സോ എങ്ങനെയാണ് ആ ഒരു തോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക്, ആ ഒരു വർക്കിലേക്ക് നിങ്ങൾ വരുന്നത്? ഭഗവതി എന്നുള്ളത് ആ മുച്ചിലോട്ട് ഭഗവതിയുടെ കഥ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് സജീഷിൻ്റെ അടുത്ത് നിന്നാണ് ഞാനത് കേൾക്കണേ. ആളുടെ സ്ഥലം അതാണ്, കരിവള്ളൂർ, പയ്യന്നൂർ, ആ പരിസരത്ത് തെയ്യത്തിനോടൊക്കെ ഭയങ്കര എക്സ്പോഷർ ഉള്ള ഒരാളാണ്. അപ്പോൾ അത് എപ്പോഴും കാണുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഈ കഥ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അത്ര റെലവൻസ് ഉള്ളൊരു കഥയായിട്ട് തോന്നി. തെയ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റിയാൽ പോലും ഒരു പെൺകുട്ടിയുടെ കഥ എന്നുള്ള രീതിയിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതൊരു പാട്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് സജീഷനെ അത് എഴുതി തന്നതും അപ്പോൾ പറ്റും പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയ ആളും അദ്ദേഹം തന്നെയാണ് തോന്നി. അപ്പോൾ എനിക്കത് ഭംഗിയായിട്ട് എഴുതി തന്നു. പിന്നെ ഞങ്ങൾ അതിന് ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ രസമായിട്ട് തോന്നി. അപ്പോൾ അതങ്ങനെ വർക്ക് ചെയ്ത് പിന്നെ അതിന് പിന്നെ ഒരു വിഷ്വലും കൂടി ചെയ്ത് അങ്ങനെ നല്ല ഞങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ട് ചെയ്ത എല്ലാ പാട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുക. നമ്മുടെ പാട്ടുകളാകുമ്പോൾ നമുക്ക് ആദ്യം അതിനോടൊരു അടുപ്പം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ആ ഒരു തീം എന്നുള്ള രീതിയിൽ അത് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ അവിടെയായിരുന്നു എല്ലാം. കാസർഗോഡ്, മാടായിയും പിന്നെ അങ്ങനെ കുറേ അവിടുത്തെ കുറേ അങ്ങനത്തെ അധികം ഒന്നും അങ്ങനെ ഷൂട്ടിംഗ് ഒന്നും അങ്ങനെ നടക്കാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയിട്ട് വീടൊന്നും ഇല്ല, പരിസരത്ത് കടകളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഈ വേഷത്തിലൊക്കെ തന്നെ പോവും വേണം. ഞാൻ പിന്നെയും കുഴപ്പമില്ല, അവരൊക്കെ അങ്ങനെ നടക്കുമ്പോഴേ ആൾക്കാരിങ്ങനെ നോക്കും ഇപ്പൊ എന്തി പോണത്, പ്രത്യേക രൂപങ്ങൾ എന്ത് നാട്ടിലിറങ്ങിയത്. ഓക്കെ. അതോടൊപ്പം ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ലൈവിൽ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതലും ഹായ് സിത്തുമണി എന്നുള്ള മെസ്സേജാണ് വരുന്നത്. യെസ്, നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. നേരിട്ട് കാണണമെങ്കിൽ ഉറപ്പായിട്ടും നാളെ QNCCയിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർ എത്തുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അതിൻ്റെ ടിക്കറ്റ്സ് ഫ്രീ ആണ്. അതിൻ്റെ ടിക്കറ്റ്സ് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് QNCCയിലേക്ക് ആ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണെന്നുള്ള കാര്യം കൂടിയുണ്ട്. ടിക്കറ്റ്സ് ഇല്ല, ഇവിടെ ടിക്കറ്റ് ഉണ്ടോ എന്ന്, അതായത് എമൗണ്ട് കൊടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഫ്രീ ആയിട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകൾ കാണാനുള്ള അവസരമാണ് മെജസ്റ്റിക് മലപ്പുറം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ പാസ് മൂലം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ പാസുകളൊക്കെ തന്നെ വാങ്ങിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിലൂടെ പോയിട്ട് അല്ലേ, പാട്ടിക്ക് പോയാൽ വിടുവോ? എന്താ പാടുക? ചായപ്പാട്ട് പാടാം. ചായപ്പാട്ട് പാടാല്ലേ വൈകുന്നേരം ഇങ്ങനെ. അതെ, ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ഉഷാറാവാനുള്ള മോഡാണല്ലോ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ഛായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ, കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ, ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ഛായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനേ. ഇതിന്റെ ബാക്കി വരികൾ QNCCയിൽ അത്രയും പേര് ഒരുമിച്ച് പാടുകയാണല്ലേ. സന്തോഷം. ഞാൻ എന്റെ മനസ്സിൽ ഈ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോഴും നാളത്തെ ആ ഒരു സംഭവം എന്റെ മൈൻഡിൽ വരുന്നത്. എല്ലാവരും ഇതിന്റെ ബാക്കി ഇങ്ങനെ ഒരുമിച്ച് പാടുന്നു, ആ ഒരു ഫീൽ. തീർച്ചയായിട്ടും അതെ. അപ്പൊ നമുക്കിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാരെയും നമുക്ക് ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യാം. സിത്ത് വിളിച്ചോളൂ. ഉറപ്പായിട്ടും എല്ലാവരും, ഖത്തറിലുള്ള എല്ലാ പ്രിയപ്പെട്ട മലയാളികളും
മലപ്പുറം ജില്ലയുടെ ഒരു കൂട്ടായ്മ ഇവിടെ തുടങ്ങുകയാണ്, മെജസ്റ്റിക് മലപ്പുറം എന്നുള്ള രീതിയിൽ. അപ്പം അതിനോടുള്ളൊരു സോളിഡാരിറ്റി എന്നുള്ള പോലെ ഇത്തരം കൂട്ടായ്മകളുടെ ഒരു പ്രാധാന്യം വളരെ വലുതാണെന്ന് പ്രവാസികളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയുള്ള സന്തോഷം അറിയിക്കണം. പിന്നെ നിങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു 6 പേര് വിചാരിച്ച ഒന്നും നടക്കില്ല. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ, അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എനർജിയിലാണ് ബാക്കി മുഴുവൻ. അപ്പം എന്തായാലും വരിക, നമുക്ക് ഒരുമിച്ച് പാടി പറഞ്ഞ് സന്തോഷമായിട്ട് പിരിയാം. തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ഒത്തിരി യാത്ര ചെയ്ത് ടയേർഡായിട്ട് Full പോലും tired ആണ്, അല്ലേ? അതെ ടയേർഡായിട്ട് പോലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു. ആൻഡ് ഒരു മലപ്പുറംകാരിയായിട്ട് നമ്മുടെ മലപ്പുറത്തിന്റെ മെഗാ ലോഞ്ചിന് വന്നു. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് എടുത്ത് പറയാനുണ്ട്. സോ താങ്ക് യു വെരി മച്ച്. സോ മച്ച്. നമ്മളുടെ അന്വേഷണം പ്രൊജക്ട് മലബാറിക്കസ് ബാക്കി ടീം ഉറപ്പായിട്ടും മെമ്പേഴ്സിന്റെ പറയാം, അടുത്തും പറയാം. ഞങ്ങൾ ചോദിച്ചു എന്താ വരാഞ്ഞെന്ന് ചോദിക്കാം. കുറച്ചുപേര് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നാളെയാണ്, ഇന്ന് സാംസ്കാരിക പരിപാടികളുണ്ട്. ഉറപ്പായിട്ടും ഒന്നുകൂടി പറയുകയാണ്, ടിക്കറ്റ്സിനായിട്ട് ഇന്ന് വൈകുന്നേരം QNCC-യിൽ ആ ഒരു സാംസ്കാരിക സമ്മേളനത്തിന് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുന്നുണ്ടാവും നാളത്തെ പ്രോഗ്രാമിനുള്ളത്. പോവുകയും കാണുകയും എൻജോയ് ചെയ്യുക. ഞങ്ങൾ ചെറുതായിട്ടല്ലേ ഒരു കുഞ്ഞ് സംഭവമാണ്, സാമ്പിളാണ് തന്നത്. അതിൻ്റെ ആ ഒരു വെടിക്കെട്ട് നടക്കുന്നത് നാളെയാണ്. പ്രൊജക്ട് മലബാറിക്കസ് പ്രോഗ്രാമിലേക്ക്, മെജസ്റ്റിക് മലപ്പുറത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ റേഡിയോ മലയാളം 98.6 പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു. ബൈ. താങ്ക് യു സോ മച്ച്.